ഹായ് ഓൾ, ഞാൻ ഡോക്ടർ സുഹൈല. നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് മലം പോയി കഴിഞ്ഞാൽ ഭയങ്കര നീറ്റലും പുകച്ചിലും വേദനയും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നീറ്റൽ വരുന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, ആനൽ ഫിഷർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ആനൽ ഫിഷർ എന്നാൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ മലബന്ധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നല്ല കട്ടിയുള്ള മലമായിരിക്കും പോവുക. ഇങ്ങനെ കട്ടിയുള്ള മലം പോകുന്ന സമയത്ത് നമ്മുടെ ആനൽ കനാലിൻ്റെ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, മലാശയത്തിൻ്റെ മ്യൂക്കസ് മെംബ്രെയിൻ പൊട്ടുന്നതിനെയാണ് നമ്മൾ ആനൽ ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊട്ടുന്നത് കാരണം നമുക്ക് ഭയങ്കര വേദന ഫീൽ ചെയ്യും, ഭയങ്കര നീറ്റൽ അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം മലം പോകുമ്പോഴും ഇതുപോലെ ഭയങ്കര നീറ്റൽ അനുഭവപ്പെടും. ഇതിൻ്റെ ഫസ്റ്റ് ലക്ഷണം പറയുന്നത് തന്നെ ഈ ഒരു വേദനയാണ്. നമ്മൾ ബ്ലേഡ് കൊണ്ട് മുറിച്ച പോലത്തെ ഭയങ്കര വേദനയായിരിക്കും, നല്ല നീറ്റൽ അനുഭവപ്പെടും. അവർക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അസഹനീയമായ വേദനയായിരിക്കും അനുഭവപ്പെടുക. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണം പറയുന്നത്. ഇനി അടുത്തൊരു ലക്ഷണം, മലത്തിൻ്റെ കൂടെ അതിൽ ചേർന്നുകൊണ്ട് രക്തം വരുന്നത് ഇതിൻ്റെ അടുത്തൊരു ലക്ഷണമാണ്. മലത്തിൽ പറ്റിപ്പിടിച്ച രീതിയിൽ രക്തം വരാം, അതും അല്ലെങ്കിൽ മലം പോയി കഴിയുമ്പം അതിൻ്റെ ശേഷം രക്തം തുള്ളി തുള്ളിയായിട്ട് വരാം, അതും അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ടവല് കൊണ്ട് തുടക്കുന്ന സമയത്ത് ടവലിൻ്റെ പുറത്ത് രക്തമായിട്ടുള്ള രീതിയിലും കാണപ്പെടാറുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ പറയുന്നത്. ഇനി അടുത്തതായിട്ടൊന്ന് പറയുന്നത് ചൊറിച്ചിലാണ്. ഇത് എല്ലാവരിലും ചൊറിച്ചിൽ ഉണ്ടാവണമെന്നില്ല, ചില ആൾക്കാരിൽ ചൊറിച്ചിൽ കാണപ്പെടാറുണ്ട്. ഇനി ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. മെയിനായിട്ടും ആനൽ ഫിഷർ വരുന്നത് മലബന്ധം കാരണമാണ് ആനൽ ഫിഷർ ഉണ്ടാകുന്നത്. അപ്പോൾ മലബന്ധം ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആനൽ ഫിഷർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ നല്ല രീതിയിൽ പഴങ്ങളും പച്ചക്കറികളും എല്ലാം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് ജ്യൂസ് ആക്കിയിട്ടല്ല, നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും അതുപോലെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഭയങ്കര എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ, അതേപോലെ ചിക്കന്, മുട്ട, ബീഫ്, മട്ടൻ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഒഴിവാക്കുക. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ മദ്യം നമ്മൾ ഒഴിവാക്കുക, കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ബേക്കറി ഐറ്റംസ്, അതേപോലെ ജങ്ക് ഫുഡ്, ഇതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ അടുത്തൊരു കാര്യം, നമ്മൾ മൊത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമയത്തിന് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ സമയത്തിന് ഉറങ്ങുക, സമയത്തിന് എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു ശീലമാക്കുക. കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് എണീക്കുക എന്നുള്ളതൊരു ശീലമാക്കുക. അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പിടിച്ച് വെക്കാതിരിക്കുക. തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ ടോയ്ലറ്റിൽ പോയിട്ട് ഒരുപാട് സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക. ഫോണ്, ന്യൂസ് പേപ്പർ, ബുക്സ് ഇതെല്ലാം കൊണ്ട് ടോയ്ലറ്റിൽ പോയിട്ട് ഒരുപാട് സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക. പിന്നെ പറയുന്നത്, നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഉണക്കി വെക്കുക. ഉണക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഉണക്കി വെക്കരുത്, ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ലോഷൻസോ സ്പ്രേയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നത് കുറക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം അവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫ്ലോറ ഉണ്ട്, അത് നഷ്ടപ്പെടുത്താതിരിക്കുക. കെമിക്കൽസൊക്കെ യൂസ് ചെയ്തിട്ട് ആ നോർമൽ ഫ്ലോറ നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ നമുക്ക് ഹോമിയോപ്പതിയിൽ ആനൽ ഫിഷറിന് നല്ല ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.